സാറേ, റംസാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ഓഫീസുകളിൽ നിന്ന് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങാം. ഇവിടുത്തെ കാര്യമല്ല, തെലങ്കാനയിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം. അപ്പോൾ എന്തു ആകാമെന്നാണ്? അതായത് തിങ്കളാഴ്ച ആണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. തെലങ്കാന സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേക അനുവാദം കൊടുത്തിരിക്കുകയാണ് മുസ്ലിം ജീവനക്കാർക്ക്. വിവിധ സർക്കാർ വകുപ്പുകളിലെ മുസ്ലിം ജീവനക്കാർക്ക് റമസാൻ മാസം ആവുമ്പോൾ ആ മാസം മുഴുവൻ 1 മണിക്കൂർ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാം. ഈ ഉത്തരവ് ചീഫ് സെക്രട്ടറി ശാന്തി കുമാരിയുടെ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല, വിവിധ ബോർഡുകളുണ്ടല്ലോ അതിലെ ജീവനക്കാർ, കോർപ്പറേഷനുകളിലെ ജീവനക്കാർ, പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക്, ഇവർക്കെല്ലാവർക്കും സ്കൂളുകളിൽ നിന്ന്, ഓഫീസുകളിൽ നിന്ന്, പിന്നെ സ്കൂളുകളിൽ നിന്നും, അപ്പോൾ സ്കൂളുകൾക്കും ബാധക. 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് അവർക്ക് പോകാം. ഇത് മാർച്ച് 2 മുതൽ മാർച്ച് 31 വരെ. ഈ മാർച്ച് 2 എന്നുള്ളത് മറ്റേ മാസപ്പിറവി അനുസരിച്ച് കാണുന്നതനുസരിച്ചിട്ടാണ് ആ ദിവസം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്, ഗവൺമെൻറ് ഹിയർ ബൈ പെർമിറ്റ് ഓൾ മുസ്ലിം ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, കോൺട്രാക്ട് കരാർ ജീവനക്കാർക്കും ഉണ്ട്, ഔട്ട്സോഴ്സിംഗ്, ബോർഡ്സ്, കോർപ്പറേഷൻസ് ആൻഡ് പബ്ലിക് സെക്ടർ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ സ്റ്റേറ്റ് ടു ലീവ് ദെയർ ഓഫീസസ്, സ്കൂൾസ് അറ്റ് 4 PM during the holy month of Ramzan, that is from March 2 to 31, both days inclusive, ആ ദിവസവും ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു അടിയന്തര ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഓഫീസിലുണ്ടാകണം എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ നോട്ടീസ് അനുസരിച്ചിട്ട് ഈ വിശുദ്ധ മാസത്തിൽ പ്രാർത്ഥനകൾ, മതപ്രാർത്ഥനകൾക്ക് വേണ്ടി അതൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യ ഘട്ടം, അടിയന്തര ഘട്ടത്തിലൊന്നും ബാധകമല്ല എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം അവിടുത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തെലങ്കാനയിലെ ഈ അവിടുത്തെ മക്ക മസ്ജിദ്, ഷാഹി മസ്ജിദ്, അവിടെയൊക്കെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി വരികയാണ് എന്ന് വേറെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റേ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക്, വിശ്വാസികൾക്ക്, ഈ തറാവി പ്രാർത്ഥനകൾ ഉൾപ്പെടെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് 2250 കിലോ നല്ല ഗുണമുള്ള, നല്ല ക്വാളിറ്റി ഈ ഡേറ്റ്സ്, ഈന്തപ്പഴം ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട മോസ്കുകളിലൊക്കെ സർക്കാർ ചെലവിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വിതരണം ചെയ്യും. അതിന് 2250 കിലോ ആണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ സെക്രട്ടറി തഫ്സീർ ഇക്ബാൽ, ഡയറക്ടർ യാസ്മീൻ ബാഷ, ഇവർ ഈ പ്രാർത്ഥനകളുടെയൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ പരിശോധിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും മക്ക മസ്ജിദിൽ ജൽസ യൂം ഉൽ ഖുറാൻ അത് അനുവദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഖഫ് ബോർഡ് തെലങ്കാന 15.37 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ മൊല്ലാക്കന്മാർക്കുണ്ടല്ലോ, ഇമാം മുവേസിൻ മൊല്ലാക്കന്മാർക്കൊക്കെ ഈ മാസം 5000 രൂപ ഓണറേറിയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അത് 2 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്, 2 മാസം. അപ്പോൾ 10700 രൂപ ഈ മൊല്ലാക്കന്മാർക്ക് കൊടുക്കാൻ, ഇമാംമാർക്കൊക്കെ കൊടുക്കാനായിട്ട് 15.37 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള ന്യൂനപക്ഷ സ്നേഹമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ദേശീയ ചാനലുകളിലൊക്കെ വിവാദമായിട്ട് ഞാൻ കുറച്ച് മുമ്പ് കണ്ടതുകൊണ്ടാണ് ഇത് സംസാരിച്ചത്. അപ്പോൾ ഇത് വിവാദമായിട്ടുണ്ട് അത്യാവശ്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ
ഈ നെഹ്റു പ്രധാനമന്ത്രിയായ കാലം മുതൽ മതത്തിനെയും ഭരണത്തിനെയും വേർതിരിച്ചാണല്ലോ കാണുന്നത്. അതല്ലേ ഈ സെക്യുലറിസം, മതേതരത്വം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ അറിയുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും ഗംഭീരമായ ന്യൂനപക്ഷ മുസ്ലിം പ്രേമം പ്രകടമാക്കിയിട്ടുണ്ട് എവിടെ ഭരണത്തിലായാലും എന്നുള്ളത് ചരിത്രപരമായി തന്നെ നമുക്കറിയാം. ഇതിപ്പോൾ 29 ദിവസം അല്ലേ, ഒരു മാസം, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, ഒരു മാസത്തേക്ക്. നമ്മുടെ നാട്ടിലിപ്പോൾ ശിവരാത്രിയോ മറ്റോ വരുമ്പോൾ അല്ലേ ഒരു ദിവസം. പിന്നെ ഈ പിതൃക്കൾക്ക് തർപ്പണം, ബലിതർപ്പണത്തിന് 1/2 ദിവസം അവധി അല്ലേ. പിന്നെ ചില നിയന്ത്രിത അവധികൾ അങ്ങനെയൊക്കെയാണുള്ളത്. അല്ലാതെ ഒരു മാസം അവധി കിട്ടുന്നത് വേറെ ഒരു മതത്തിനും അങ്ങനെ ഒരു സാഹചര്യമില്ല. പിന്നെ ഇന്ത്യയിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാനത്തും ചെയ്തിട്ടില്ലാത്ത, ഒരു സംസ്ഥാനത്തും ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഒരു മാസത്തേക്ക് ഇങ്ങനെ ഇളവ് കൊടുക്കുന്ന പരിപാടി. ആ ഇളവ് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അത് 1 മണിക്കൂർ നേരത്തെ എന്നൊക്കെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ, സർക്കാർ ഓഫീസുകളിലും ഒക്കെ. അപ്പോൾ ഈ കോൺഗ്രസ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് പല കാലം. ഏറ്റവും അവസാനം നമുക്കറിയാവുന്നത് ഇപ്പോൾ വഖഫ് വലിയ വിവാദം സൃഷ്ടിച്ചതാണ് ഇവിടെ. കാരണം 1995 നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ആ വഖഫ് ഭേദഗതി വരുന്നത്. ഇഫ് ഇറ്റ് സീംസ് എന്നാണ് അതിൻ്റെ അകത്തെ പ്രയോഗം. ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ട് അത് തോന്നിയാൽ, വഖഫാണെന്ന് തോന്നിയാൽ വഖഫ് ബോർഡിനെ ഏറ്റെടുക്കാം. ഇഫ് ഇറ്റ് സീംസ് എന്നാണ് ആ ഭേദഗതിയിൽ വന്നത്. 1995 ഭേദഗതി കൊണ്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ 4.5 ലക്ഷം ഹെക്ടർ സ്ഥലം വഖഫ് ബോർഡിന് ഉണ്ടായിരുന്നത് 10 ലക്ഷം ഹെക്ടർ സ്ഥലമായിട്ടത് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ കാണുന്ന ഭൂമിയെല്ലാം വഖഫാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഈ ആന്ധ്രയിൽ തന്നെ മുമ്പേ കുഴപ്പം സൃഷ്ടിച്ചതായിട്ട് ഇപ്പം നമുക്കറിയാം. അതായത് അവിടെയാണ് ഒരു പൈലറ്റ് പദ്ധതി വന്നത്. എങ്ങനെ OBC സംവരണം വെട്ടിക്കുറച്ചിട്ട് മുസ്ലിങ്ങൾക്ക് 5% സംവരണം ഏർപ്പെടുത്തി ആന്ധ്രയിൽ. അത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കാനിരുന്ന ഒരു പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് ആന്ധ്രയിൽ നടപ്പാക്കിയത്. പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹൈക്കോടതി റദ്ദാക്കി. ഇപ്പോൾ അപ്പീൽ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംവരണത്തിന് പരിധിയുണ്ട്. 50% കൂടാൻ പാടില്ല. സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് നേരത്തെ ഉള്ളതാണ്, വിധിയുള്ളതാണ്. ഏത് സംസ്ഥാനത്ത് 50% ആകെ സംവരണം ആകാവൂ. അതിൽ OBCക്ക് ഇത്ര, SCക്ക് ഇത്ര, STക്ക് ഇത്ര എന്നൊക്കെ ഉണ്ടല്ലോ. മുസ്ലിം സംവരണം എന്നൊന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. അതില്ല. അപ്പോൾ അങ്ങനെ ഭരണഘടനയിൽ സംവരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളിലെ SC ST വിഭാഗങ്ങൾക്ക് മാത്രമാണ്. കാരണം എന്താ, അവർക്ക് ആ ഗോത്രവർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, മലകളിലുമൊക്കെ താമസിക്കുന്ന ആളുകളല്ലേ, ആദിവാസികളും ഒക്കെ. അവരൊക്കെ പിന്നോക്കാവസ്ഥയിലാണ്. അവരെ എന്നും പിന്നാക്കമായിരിക്കും. അവർക്ക് സംവരണം കൊടുത്താൽ മാത്രമേ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. മുസ്ലിം സംവരണം, അതായത് മതസംവരണം എന്നൊന്ന് ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടില്ല. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, ഭരണഘടന ഉണ്ടാക്കാൻ ഉള്ള ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇതിൻ്റെ ചർച്ചകൾ നടന്നതാണ്. അന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സാധ്യമല്ല എന്ന് തീരുമാനിച്ചതാണ്. അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിന്നതാണ്. പക്ഷെ കേരളത്തിൽ 10-12% PSCയിലും ഒക്കെ സംവരണമുണ്ട് മുസ്ലിങ്ങൾക്ക്. കർണാടകയിലും ഉണ്ട്. വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെ സംവരണമില്ല. കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബീഹാറിൽ അത്യാവശ്യമൊക്കെ മാതൃകയാക്കാവുന്ന സംവരണം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ മൊത്തത്തിൽ തന്നെ ദുർബല വിഭാഗമാണെന്ന് കണ്ടിട്ട് സ്ത്രീ സംവരണമൊക്കെ ഏർപ്പെടുത്തി ബീഹാറിൽ. സാമ്പത്തിക സംവരണം. സാമ്പത്തികമായിട്ട് എല്ലാ സമുദായങ്ങളിലും പിന്നാക്ക അവസ്ഥയിലുള്ളവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് സംവരണം ഏർപ്പെടുത്തി. അങ്ങനെ ആണ് അവിടെ ഒരു സംവരണം കർപ്പൂരി ഠാക്കൂറിൻ്റെ കാലത്തുമൊക്കെ ചെയ്തത്. അതൊക്കെയാണെങ്കിൽ മാതൃക. മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ സംവരണം കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് ക്രീമി ലെയർ ഉണ്ടാവില്ലേ, അല്ലേ? അതിൻ്റെ അകത്ത് സമ്പന്നന്മാരുണ്ടാവില്ലേ? ഇതൊന്നും നോക്കാതെ മൊത്തത്തിലാണ് മുസ്ലിങ്ങൾക്ക് സംവരണം എന്ന് പറഞ്ഞ് കേരളത്തിലും കർണാടകയിലും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ
അതിനുള്ള അടിയായിരുന്നു ഈ ആന്ധ്രയിലെ സംവരണം, OBC സംവരണം അട്ടിമറിച്ചിട്ട്. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയൊക്കെ സംസാരിച്ച് നടന്നത്. അപ്പോഴാണ് ഈ ഭരണഘടന അട്ടിമറിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ സംവരണം എടുത്ത് കളയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കള്ളപ്രചരണം കോൺഗ്രസും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും ഒക്കെ നടത്തിയത്. പിന്നെ ആ സമയത്ത് മോദിയൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. മൻമോഹൻ സിംഗ് ദേശീയ വികസന സമിതി യോഗത്തിൽ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ് ഇന്ന് ദേശീയ വികസന സമിതിയിൽ പ്രസംഗിച്ചതാണ്. മൻമോഹൻ സിംഗ് 2013 അവസാനം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആണ് പ്രത്യേക ഒരു ഉത്തരവോടുകൂടി മറ്റേ ഡൽഹിയിലെ ചില കണ്ണായ സ്ഥലങ്ങളൊക്കെ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. 123 സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ അകത്ത് കുറെ പള്ളിയും മോസ്കും ഖബറും ഒക്കെ കാണും, മസർന്നോ ഒക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ കാണും. പക്ഷെ ഇതൊക്കെ വളരെ നഗരത്തിലുള്ള പ്രദേശങ്ങളാണ് ഈ വിട്ടുകൊടുത്തത്, കണ്ണായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വില കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തു. പക്ഷെ പിന്നീട് BJP സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്തു. അപ്പോൾ കോൺഗ്രസ്, പ്രത്യേകിച്ച് ഈ ആന്ധ്ര, ഈ കാര്യത്തിൽ ആന്ധ്ര, ഇതിപ്പോൾ തെലങ്കാനയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജഗൻ റെഡ്ഡി മറ്റേ തിരുപ്പതിയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ എടുത്ത് തിരുപ്പതി ദേവസ്ഥാനത്ത് ജോലിക്ക് നിർത്തിയില്ലേ. ഇപ്പോൾ 18 പേരെ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്താക്കിയിരിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്ത് പുറത്താക്കിയിട്ടില്ല. അവർ ഈ ആചാരങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അവരൊക്കെ അധികാരം എടുത്തത്. എല്ലാവരും അത്യാവശ്യം ഹിന്ദു പേര് ഉള്ള ആളുകളൊക്കെ ആയിരുന്നു, നമ്മളത് കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രീണനം വീണ്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു. ഇത് പുറത്തു വന്നിട്ട് അധികം നേരമായില്ല ഈ വിഷയം. അപ്പോൾ ഇത് വലിയ വിവാദവും ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യം. ഇതാണോ മതേതരത്വം? അതായത് ഒരു മതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതാണ് മതേതരത്വം എന്നാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം എന്ന് തോന്നുന്നു. ആ ചർച്ച വീണ്ടും ഉണ്ടാവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.